ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ വളരെ ഹൃദയഭേദകമായ ഒരു ന്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അതിക്രൂരമായിട്ട് മർദ്ദിച്ച് കൊന്ന ഒരു സംഭവം. അത് സത്യം പറഞ്ഞാൽ മനുഷ്യ മനസ്സാക്ഷി തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിപ്പോയി. അത് നമുക്കൊന്ന് നോക്കാം. കണ്ടോ? ഈ കുഞ്ഞ് 1.5 മാസം മുൻപ് കൈ ഒടിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വീഡിയോയാണ് ഈ കാണുന്നത്. ഈ കുട്ടിയുടെ അമ്മയാണെന്ന് തോന്നുന്നു എടുത്തിരിക്കുന്നത്. ഏതായാലും ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഈ കുഞ്ഞ് 1.5 മാസം മുമ്പ് എങ്ങനെയാണ് ഇതിന്റെ കൈ ഒടിഞ്ഞത് എന്നാണ് ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഈ കുഞ്ഞ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന് ഇരയായിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. 1.5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവന്റെ ജനനേന്ദ്രിയത്തിലെ തൊലി അടക്കം ഉരിച്ചു വെച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റിലും കാണാൻ കഴിഞ്ഞ വാർത്തകളാണ്. അതോടൊപ്പം തന്നെ അവന്റെ ശരീരത്തിൽ കണ്ടോ, എന്ത് ക്രൂരമായിട്ടാണ് ആ പൊടി കുഞ്ഞിനെ, ആ നിഷ്കളമായ അംഗമായ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട ഈ പരമദ്രോഹിക്ക് എങ്ങനെ അതിനെ ഉപദ്രവിക്കാൻ തോന്നുന്നു. നമ്മളൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ കൊച്ചു കുഞ്ഞിനെ പരിലാളിച്ച് എന്ത് സ്നേഹത്തോടെ നമ്മൾ നോക്കുമായിരുന്നു. ഈ കഴിവറ മക്കൾക്ക് ഇതിനെ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എത്രയോ ഈ നാട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എത്രയോ അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. ഈ പരമ തെണ്ടികൾക്ക് അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റില്ലായിരുന്നോ? ആകമാനം സിഗരറ്റ് കൊണ്ട് കുത്തിയിരിക്കുന്ന പാടുണ്ട്. ഒരു രണ്ടാനച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മയുടെ പങ്കാളി എന്തിന് ഇത്ര ക്രൂരമായിട്ടൊരു പൊടി കുഞ്ഞിനെ, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിന് കൂട്ടുനിന്നത് സ്വന്തം അമ്മ അറിയാതിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഇവർക്ക് ഈ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ അവർ പൊന്നുപോലെ വളർത്തത്തില്ലായിരുന്നു. എന്ത് നിഷ്കളങ്കം! ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കണ്ട എന്തോ ഒരു വാത്സല്യം! ഞാനിത് കണ്ടിട്ട് ആകെ ഞെട്ടിത്തെരിച്ച് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ മനസ്സിലുള്ള ആ വിഷമം കൊണ്ട് പറയുകയാണ്. അത്രത്തോളം ബാധിതയായി മാറിയ ഒരു 1.5 വയസ്സുള്ള പൊടി കുഞ്ഞ്. ശരിക്കും ഈ എത്രയോ മക്കളില്ലാത്തവരുണ്ട് ഈ നാട്ടില്. ഒന്ന് ആലോചിച്ചോണം, ആ കുഞ്ഞിന്റെ 2 കൈയും ഒടിച്ചു വെച്ചേക്കാണ്. അതിനുശേഷം ക്രൂരമായിട്ട് മർദ്ദിച്ച് അതിന്റെ ജനനത്തിലെ തൊലി വരെ പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒന്ന് ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 2-3 ദിവസത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കള്ളക്കമ്പിടാൻ ചെന്ന് കയറി അടിച്ചു കയറ്റി അവൾ ഗർഭിണിയായി. അവളെ കാമം കാടി തീർക്കുന്ന അവസാനം ഗർഭിണിയായി. അവൾ പ്രസവിച്ചതിന് ശേഷം എടുത്ത് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു. ഇതൊക്കെ നമ്മുടെ ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? അവളെ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ചെന്ന് കയറിയതാണ്, പണി പറ്റി അങ്ങ് ഗർഭിണിയായി. അത് എന്ത് വിദഗ്ധമായിട്ടാണ് അവൾ ഇത്രയും നാളെ അത് പിടിച്ചു എന്ന് പുറത്ത് ആരും അറിയാതെ രഹസ്യമായിട്ട് അത് സൂക്ഷിച്ചു വെച്ചിരുന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ബാത്റൂമിനകത്ത് അവൾ കാര്യം സാധിച്ചു. അപ്പോൾ അവളുടെയൊക്കെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര ക്രൂരമായിട്ടാണ്. അല്ലെങ്കിൽ അവളുടെ ആ ചങ്കുറപ്പ് ഇത്രയും നാള്, അതായത് ഒരു സ്ത്രീയുടെ ഗർഭിണിയായി 9 മാസവും 9 ദിവസവും എന്നാണ് പറയുന്നത്. ഇത്രയും നാളെ അവൾ പിടിച്ചു നിന്ന് ആരും അറിയാതെ രഹസ്യമായിട്ട് സാധിക്കണമെങ്കിൽ അവളുടെ കഴിവൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കഴിവറുടെ മക്കൾക്ക് അതിനെന്തേ ഇപ്പോൾ അവൾ മാനാഭിമാനം എന്നോർത്ത് ചെയ്തു. ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞില്ലേ. ഇനി എൻ്റെ ആ ഒരു ക്ഷീണം മാറുമ്പോൾ 1 മാസം കൂടെ കഴിയുമ്പോൾ അവൾ വീണ്ടും അടുത്ത കള്ളക്കമ്പിട ഇറങ്ങും. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഈ പരമദ്രോഹിക്ക് ഈ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും കൊടുത്തെങ്കിൽ അവർ പൊന്നുപോലെ നോക്കത്തില്ല. എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ 1.5 വയസ്സുള്ള കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ, ആ നിഷ്കളങ്കമായ ചിരി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സലിഞ്ഞു പോകത്തില്ലേ? ആ തേന് പറയുന്ന ചിരി. ഇതിനെ എങ്ങനെ ദ്രോഹിക്കാൻ തോന്നുന്നു? ഞാൻ ഒറ്റയ്ക്കാണ് കഴിയുന്നതെങ്കിൽ ശരി, ഇതുപോലൊരു പിഞ്ചു കുഞ്ഞിനെ കിട്ടിയ ഞാനത് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പൊന്നുപോലെ നോക്കും. ഇവളൊക്കെ മനുഷ്യജന്മങ്ങളാണോ? ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ പരമ തെണ്ടി എന്ന് പറയുന്ന നിയമത്തിന് മുൻപ് വിട്ടുകൊടുക്കരുത്. ഇതൊക്കെ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ സാധനം പിടിച്ചിട്ടുണ്ടല്ലോ, ടിക് ടിക് ടിക്, അതോടുകൂടി അവൻ്റെ സൂക്കേട് തീരും. അതുപോലെ തന്നെ ഈ കഴിവറ നമ്മളെ അമ്മ എന്ന് പറയുന്ന പോരാടി നമ്മളെ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. എന്താ പറയുന്നത് സുഹൃത്തുക്കളെ, ഇത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി കേട്ടോ. നമ്മളൊക്കെ ഒരു മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വിഷമം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതുപോലെ തന്തയിലാത്രം കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ കഴിവറ മക്കൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതുപോലെയുള്ള കുഞ്ഞു കാല് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന എത്രയോ അച്ഛന്മാരും അമ്മമാരും ഉണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക, അവർ പൊന്നുപോലെ വളർത്തും കേട്ടോ.
ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളൊക്കെ മനുഷ്യജന്മങ്ങളാണോ? ഒരു മൃഗങ്ങൾ പോലും ഇങ്ങനെ ഒരിക്കലും ജന്മം കൊടുത്ത കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കത്തില്ല. ഇത് അതിനേക്കാൾക്കും അപ്പുറമായിപ്പോയി. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.